സാറേ, പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ വീണ്ടും കത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്നത്, അതോ മറ്റു വാർത്തകളിൽ അതെല്ലാം മുങ്ങിപ്പോവുകയാണോ? എന്താ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുക? വെള്ളിയാഴ്ചയും ശനിയാഴ്ചയായിട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് ബലൂചിസ്ഥാനിലെ വിവിധ പ്രവിശ്യകള്, നഗരങ്ങൾ, ഇത് മുഴുവൻ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഉണ്ടല്ലോ, BLA, ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ സേനയും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും ഓപ്പറേഷൻ ഹെറോഫ് എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനെതിരെ ബലൂചിസ്ഥാൻ പോരാളികൾ BLA ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ കൊല്ലം നടത്തിയിരുന്നത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ്. സ്ത്രീ ചാവേറുകളും ഒക്കെ അതിൽ പങ്കെടുത്തിരുന്നു. ഈ സൈനിക താവളങ്ങളൊക്കെ അവരെ ആക്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഓപ്പറേഷൻ ഹെറോഫിന്റെ 2ാം ഘട്ടം ഞങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് എന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ സൈനിക വക്താവ് പറഞ്ഞതാണ് കൂടുതലായിട്ടും ഇപ്പോ ഈ നമുക്ക് വിവരം എന്നുള്ള നിലയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അല്ലാത്ത വിവരവുമുണ്ട്. എല്ലാം കൂടി ചേർത്ത് നമുക്ക് നോക്കാം. 125 പേരാണ് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായിട്ട് കൊല്ലപ്പെട്ടിരിക്കുന്നത് ബലൂചിസ്ഥാനിൽ. അതില് പോരാളികളുണ്ട്, പട്ടാളക്കാരുണ്ട്, പോലീസുകാരുണ്ട്, സാധാരണ പൗരന്മാരും ഉണ്ട്. അതായത് പാകിസ്ഥാന് വിവരം കൊടുക്കുന്ന സാധാരണ പൗരന്മാരുണ്ടല്ലോ, ഇവരെയും ബലൂചിസ്ഥാൻ പോരാളികൾ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 92 ഈ പോരാളികളെ, പാകിസ്ഥാൻ പറയുമ്പോൾ ഭീകരർ എന്നാണല്ലോ പറയുന്നത്, ടെററിസ്റ്റുകൾ, 92 പേര് കൊല്ലപ്പെട്ട 125 പേരിൽ 92 പേരും ഈ BLAയുമായി ബന്ധപ്പെട്ടവരാണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാൻ പോരാളികൾ എന്നാണ് പറയുന്നത്. 3 ചാവേറുകൾ ആ 92ൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ട്. പല ജില്ലകളിലാണിത്. പിന്നെ ബാക്കി 33 പേരില് 18 പേര് സാധാരണ പൗരന്മാര്, 15 പേര് പട്ടാളക്കാര്, 33. അപ്പൊ 33 പ്ലസ് 92 ഇങ്ങനെയാണ് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും പല ജില്ലകളിലായിട്ട് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ ക്വറ്റ തലസ്ഥാനമാണ്. തലസ്ഥാനത്ത് കാര്യമായ ആക്രമണങ്ങളുണ്ട്. ക്വറ്റ വിജനമാണ് എന്ന് പറഞ്ഞാൽ തെരുവുകളിലൊന്നും ആരുമില്ല, കടകൾ മുഴുവൻ അടഞ്ഞു കിടക്കുന്നു, അങ്ങനെയാണ്. അതുപോലെ ഗ്വാദാർ, മറ്റേ തുറമുഖ നഗരം, അതും ഇതുപോലെ തന്നെയാണ്. അഫ്ഗാനിസ്ഥാന്റെയും ഇറാന്റെയും ഒക്കെ അതിർത്തി ഒക്കെ ഉണ്ടല്ലോ ബലൂചിസ്ഥാനിലെ, അതുമൊക്കെ ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആക്രമണങ്ങൾ ഏകോപിപ്പിച്ച് തന്നെയാണ് നടന്നിരിക്കുന്നതെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ആസൂത്രണം നന്നായില്ല. അതുകൊണ്ടാണ് 92 പോരാളികളെ സൈന്യം വധിച്ചത് എന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്വറ്റയിലെ പല സ്ഫോടനങ്ങൾ നടന്നതായിട്ട് ദൃക്സാക്ഷി വിവരണങ്ങളുണ്ട്. സൈനിക വിന്യാസം അവിടെ ഉണ്ട്, സേന നിലയുറപ്പിച്ചിട്ടുണ്ട്, റോഡുകൾ അടഞ്ഞു കിടക്കുന്നു, കടകൾ അടഞ്ഞു കിടക്കുന്നു. അപ്പൊ രാവിലെ മുതൽ, വെള്ളിയാഴ്ച രാവിലെ മുതൽ അവിടെ സ്ഫോടനം നടന്നതായിട്ട് അബ്ദുൾ വാലി, 38 വയസ്സുള്ള ഒരു അബ്ദുൾ വാലി ദൃക്സാക്ഷി വിദേശ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പോലീസുകാര് തോക്ക് ചൂണ്ടിയിട്ട് ആളുകളോട് ഇവിടുന്ന് പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിടുന്നതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് കമ്മീഷണറെ BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി റാഞ്ചി കൊണ്ടുപോയി എന്നും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പല സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും അവർ ഈ ഓപ്പറേഷൻ ഹെറോഫില് റാഞ്ചി കൊണ്ടുപോയിട്ടുണ്ടാവും. ധാരാളം പട്ടാളക്കാരെയും വധിച്ചിട്ടുണ്ടാവും. ഈ കണക്ക് ശരിയായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഒരു ജയിൽ ആക്രമിച്ചിട്ട് BLA 30 തടവുകാരെ മോചിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് തോക്കുകൾ കൊള്ള ചെയ്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനുകൾ, പോലീസ് പോസ്റ്റുകൾ, സൈനിക പോസ്റ്റുകൾ ആക്രമിച്ച് വെടിയുണ്ടകൾ, തോക്കുകൾ ഒക്കെ കൊള്ള ചെയ്തിട്ടുണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. പോലീസ് സ്റ്റേഷനുകളും കൊല ചെയ്തിട്ടുണ്ട്. മൊബൈലുകളൊക്കെ ജാം ചെയ്തിരിക്കുകയാണ് ഇവിടെ. ട്രാഫിക്കുകൾ മുഴുവൻ അലങ്കോലമാണ്. ട്രെയിൻ സർവീസുകൾ നിലച്ചിരിക്കുന്നു. ട്രാക്കുകളിൽ ബോംബ്
കണ്ടെടുത്തു. ഈ BLA സ്ഥാപിച്ചത് 12 ലൊക്കേഷനുകളിൽ ഇത് ആക്രമണങ്ങൾ 12 സ്ഥലത്ത് ആക്രമണം നടന്നതായിട്ടാണ് റിപ്പോർട്ട്. 12 നഗരങ്ങളും പട്ടണങ്ങളും ആണ്, വെള്ളി രാത്രിയും ശനിയാഴ്ചയും ആയിട്ട്. അപ്പോൾ ക്വറ്റ, ഗ്വാദർ, മക്രാൻ, ഹബ്ബ്, ചമൻ, നസീറാബാദ്, നുഷ്കി ഈ നഗരങ്ങളിലെല്ലാം ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. പോലീസ് പോസ്റ്റുകൾ മാത്രമല്ല, ഫ്രോണ്ടിയർ കോർ പോസ്റ്റുകളും ആക്രമിച്ചിട്ടുണ്ട്. ഫ്രോണ്ടിയർ കോർ എന്ന് പറയുന്നത് ബലൂചിസ്ഥാൻ പോരാളികളെ ശരിപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ സേനയാണ് ഫ്രോണ്ടിയർ കോർ. പാക് ഭരണകൂടത്തിന്റെ സേനയാണ്. നസീറാബാദില് റെയിൽവേ ട്രാക്കില് ബോംബ് കണ്ടെടുത്തു. ഗ്വാദറിലൊരു കുടുംബത്തില് തന്നെ അംഗങ്ങളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഈ സാധാ പൗരന്മാർ കൊലപ്പെടുത്തപ്പെട്ടവരിൽ പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. അത് ഗ്വാദറിലാണ്. അതുപോലെ പഞ്ച്കുൽ, ഹർണായ് തുടങ്ങിയ 2 സ്ഥലങ്ങളിൽ ഈ ആഴ്ച വെള്ളിയാഴ്ചക്ക് മുമ്പ് പാകിസ്ഥാൻ സേന 41 ബലൂചിസ്ഥാൻ പോരാളികളെ കൊന്നിരുന്നു. അതിനുള്ള തിരിച്ചടിയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും കൊടുത്തതെന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. നുഷ്കിയില് കൗണ്ടർ ടെററിസം ആസ്ഥാനം പിടിച്ചതായിട്ട് BLA അവകാശപ്പെടുന്നുണ്ട്. പിന്നെ ഫ്രോണ്ടിയർ കോറിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പിടിച്ചതായിട്ടും BLA അവകാശപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഇതിൻ്റെ അകത്ത് TTPയും കൂടി ഇൻവോൾവ് ആണ് എന്നുള്ളൊരു സംശയവും വന്നിട്ടുണ്ട്. തെഹ്രീക്ക് ഈ താലിബാൻ പാകിസ്ഥാൻ കൂടി ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണെന്നുള്ള സംശയം വന്നിട്ടുണ്ട്. സാറെ, കുറച്ച് കാലമായിട്ട് ഈ ബലൂചിസ്ഥാൻ പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ പേടിച്ച് പാക് ആർമി അല്ലെങ്കിൽ പാക് ഭരണകൂടത്തിന്റെ പോലീസ് ഒന്നും അങ്ങോട്ടേക്ക് എത്തുന്ന പോലുമില്ല. എന്തിന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും അവിടെ പ്രവർത്തിക്കാൻ ഭയമായിരുന്നു. ആ സമയത്ത് ചൈന അവിടെ ഈ ഗ്വാദർ തുറമുഖത്തിൽ മറ്റു നിക്ഷേപം നടത്തിയല്ലോ. എങ്കിൽ പിന്നെ അമേരിക്കയെ കൊണ്ടുവരാമെന്ന് അസീം മുനീർ ഒരു നീക്കം നടത്തിയിരുന്നു. അവർക്ക് ഇവിടുത്തെ മിനറൽസിനും മെറ്റൽസിനും താല്പര്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ നീക്കത്തിൽ ഇനി അമേരിക്കയുടെ ഒരു പിന്തുണ ഉണ്ടാകുമോ? അല്ല, അമേരിക്കയുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് അവിടെ കണ്ണുണ്ട്. അവിടുത്തെ നിക്ഷേപത്തിൽ, അതായത് പ്രകൃതി വിഭവങ്ങൾ, ധാതുക്കൾ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് അസീം മുനീറും ഷെറീഫും കൊണ്ടുപോയി ഇതൊക്കെ ആണ് അവിടെ ഉള്ളത്, പെട്ടിയൊക്കെ കൊണ്ടുപോയി എന്ന് കാണിച്ചതാണ് ട്രംപിന് സ്വകാര്യ കച്ചവടം നടത്താൻ. ട്രംപ് പലയിടത്തും സ്വകാര്യ, ഇപ്പൊ ഗാസയിൽ കച്ചവടം, വിയറ്റ്നാമിൽ കച്ചവടം, ഖത്തറിൽ കച്ചവടം ഒക്കെ നടത്തുന്നുണ്ടല്ലോ. പാകിസ്ഥാനിലും കച്ചവടമുണ്ട്, ക്രിപ്റ്റോ കറൻസി കച്ചവടമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അതുപോലെ തന്നെ മറ്റേ ചെമ്പ് സ്വർണ്ണ ഖനി, ആ ഖനിയുമായി ബന്ധപ്പെട്ട കച്ചവടമൊക്കെ അമേരിക്ക ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്ക അങ്ങോട്ട്, ഒന്നാമത് ചൈന അവിടെ കടന്ന് ചെന്നിട്ട് ചൈന പരിക്ക് പറ്റിയിരിക്കുകയാണ്. ചൈനയുടെ എഞ്ചിനീയർമാര് പല ആളുകളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഗ്വാദർ തുറമുഖത്തിലേക്കൊക്കെ പഞ്ചാബിൽ നിന്ന്, പാകിസ്ഥാൻ പഞ്ചാബിൽ നിന്ന് പോകുന്ന ആളുകളൊക്കെ ബസ്സിൽ നിന്ന് വിളിച്ചിറക്കി കൊന്നുകളയാറുണ്ട് BLA. അതുപോലെ ചൈനയുടെ ജീവനക്കാരെയൊക്കെ കൊന്നിട്ടുണ്ട്. ചൈന ഇപ്പൊ അവിടെ വലിയ പണിയൊന്നും നടത്തുന്നില്ല ഈ എക്കണോമിക് കോറിഡോറുമായിട്ട് ബന്ധപ്പെട്ടത്. ഗ്വാദറിൽ ഒരു വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തപ്പോൾ, ചൈന പണിതാണ് വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തപ്പോൾ, അത് ഓൺലൈൻ ഇനോഗ്രേഷനാണ് ചൈന നടത്തിയത്. കാരണം ചൈന ഉദ്യോഗസ്ഥന്മാരെ തന്നെ അങ്ങോട്ട് വിടുകയുണ്ടായില്ല. അപ്പോൾ കുറെ നാള് അത്യാവശ്യം ശാന്തമായിരുന്നു ബലൂചിസ്ഥാൻ. നമുക്ക് അധികം ചർച്ചയൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഓപ്പറേഷൻ എറാഫ് നടക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇത് ഓപ്പറേഷൻ എറാഫിന്റെ 2ാമത്തെ ഘട്ടമാണെന്ന് ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ചില സങ്കടങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇന്ത്യ ഞങ്ങളെ വേണ്ട രീതിയിൽ സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഇന്ത്യ വേണ്ട രീതിയിൽ സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ഇല്ലേ, കഴിഞ്ഞ മെയ്യില് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയിരുന്നു. അപ്പൊ ഇന്ത്യക്ക് അതിൻ്റെതായ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഭീകര താവളങ്ങൾ, 12 താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചിരുന്നു. ആ സമയത്ത് ഇനി ഇടപെടണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ സമയത്ത് കഴിയില്ലായിരുന്നു. അതുപോലെ അജ്ഞാതരുടെ പ്രവൃത്തികൾക്കും ഒരു ശമനം ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബലൂചിസ്ഥാൻ വീണ്ടും കത്തുന്നുണ്ട്, അജ്ഞാതരും ഉയർന്നു വരുമായിരുന്നു. പാകിസ്ഥാന് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഷെറീഫും
മുനീറും തമ്മിൽ ഞങ്ങൾ പാകിസ്ഥാനെ പിടിച്ചു നിർത്താനായിട്ട് ആഗോളമായിട്ട് തന്നെ തെണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു യോഗത്തിൽ ഷരീഫ് പറയുണ്ടായി. അപ്പോൾ പാകിസ്ഥാൻ കൂടുതൽ കൂടുതൽ ആഭ്യന്തര സംഘർഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ലഷ്കർ എ തൈബയുടെ ഒരു കമാൻഡർ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഹമാസുമായിട്ട് ഞങ്ങൾക്ക് വലിയ ബന്ധമുണ്ട്, ഞങ്ങൾ ഹമാസിന്റെ രാഷ്ട്രീയ മേധാവിയെ കാണാനായിട്ട് ദോഹയിൽ പോയി ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ കസൂരിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കസൂരി എന്ന് പറയുന്നത് പഹൽഗാമിന്റെ സൂത്രധാരൻ. അപ്പോൾ പഹൽഗാം ആക്രമണത്തിന്റെ പിന്നിൽ തന്നെ ഹമാസ് ഉണ്ട് എന്നുള്ള പ്രശ്നമൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇന്ത്യ FTFല് രാജ്യാന്തര തലത്തിലുള്ള ഈ ഫിനാൻഷ്യൽ ട്രാക്കിംഗ് ഫോഴ്സിൽ ഇത് ഉന്നയിക്കാൻ പോകുന്നുണ്ട് പറഞ്ഞതിനെതിരെ. തെളിവുണ്ടല്ലോ ഹമാസുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത്. പാകിസ്ഥാനെ ഗാസയിൽ പ്രവേശിപ്പിക്കില്ല എന്ന് ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇസ്രയേൽ ആ ബോർഡിൽ പാകിസ്ഥാൻ ആ ബോർഡിൽ, ട്രംപിന്റെ ബോർഡിൽ, പീസ് ബോർഡ് ഉണ്ടല്ലോ, ഗാസ ബോർഡ്, അതിൽ അംഗമാണ് ഇപ്പോ. അപ്പൊ പാകിസ്ഥാൻ അവിടുത്തെ ഗാസയിലെ രാജ്യാന്തര സേനയിലും 1500 പേര് പാകിസ്ഥാനിൽ നിന്ന് ഭടന്മാരുണ്ടാവും എന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നടക്കുമോ എന്നുള്ളത് കണ്ടറിയണം. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ കത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.